ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളിപ്പയെ പറ്റി പറയാൻ തന്നെയാണ്. തങ്ങളിപ്പയെ പറ്റി നല്ല ഗൈസ്. ഇന്ന് മുതൽ നമ്മൾ പറയുന്നത് 2 ദിവസം ഞാൻ 2 വീഡിയോ ഇട്ടു ഗൈസ്. 2 ദിവസം 2 വീഡിയോ ഇട്ടു തങ്ങളിപ്പയെ പറ്റി നല്ലത് പറഞ്ഞ്. എത്ര താത്തമാർ വന്ന് അതിൽ നല്ല കമൻ്റ് ഇട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ അകത്ത് പോലെ മോശമായ കമൻറ്റുകളും വൃത്തികേടുമൊക്കെ എഴുതി വെക്കുന്ന ഈ മാതിരി സ്ത്രീകളൊക്കെ ഉള്ള ഒന്നും പറയാൻ തന്നെ തോന്നുന്നില്ല. നാണം കെട്ട കുറേ പെണ്ണുങ്ങൾ തൻ്റെ മാപ്പിളയുമില്ല, തൻ്റെ മക്കളുമില്ല, അങ്ങനെ അടിച്ചു വിട്ടേക്കുവാണ്. അരിഞ്ഞാടികളാണ് അവളുമാരൊക്കെ അരിഞ്ഞാടി വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലാണ് വന്ന് നിന്ന് കയറുന്നത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഇട്ടോ കമൻറ്റ്, മാന്യമായ രീതിയിലിട്. നിൻ്റെയൊക്കെ പേരും വെച്ചിട്ട്, നിൻ്റെയൊക്കെ പ്രൊഫൈലും വെച്ചിട്ട് നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ വന്ന് മോശമായ കമൻറ്റുകൾ ഇടുന്നതെന്ന് എനിക്കറിയില്ല. നിനക്കുള്ള സ്വാതന്ത്ര്യമാണ്, നിനക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടാനുള്ളത്. അതിന് ഞാൻ വിട്ടു തന്നിരിക്കുന്നു, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് തങ്ങളിപ്പയെ പറ്റി നല്ലത് കണ്ടാൽ പോലും എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഞാൻ 2 വീഡിയോ ആണ് ഗൈസ് ഇട്ടത്. 2 വീഡിയോയിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഡോളർ എന്ന് പറഞ്ഞാൽ $2.25 ഏകദേശം $1 80 രൂപ, 160, 200 രൂപയ്ക്കകത്ത് മാത്രമേ ആ 2 വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഞാൻ നല്ലത് പറയുമ്പോൾ അത് ഫുള്ള് നിങ്ങൾ കാണാൻ തയ്യാറല്ല. തങ്ങളിപ്പോൾ തെറ്റുകാരനാണ്, കള്ളനാണെന്ന് പറയുമ്പോൾ അത് കാണാൻ ആർജവത്തോടു കൂടി വരുന്ന നമ്മുടെ താത്തമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. താത്തമാർക്കൊന്നും തങ്ങളിപ്പോൾ ഒരു സ്നേഹവും ഇല്ല. തങ്ങളിപ്പോൾ കള്ളനാണെന്ന് ഞാൻ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് താത്തമാർ വരും. തങ്ങളിപ്പോൾ ഇനി നല്ല ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരുത്തികളും വരില്ല, ഒരു ലൈക്ക് വരിക്കില്ല, ഒരു കമൻറ്റ് വിടൂല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആർജവത്തോടു കൂടി പറയാൻ പറ്റുന്നു, ഇനി മുതൽ അങ്ങോട്ട് തങ്ങളിപ്പോൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ മുഴുവനും നമ്മൾ തുറന്നു കാട്ടുന്നതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ തെമ്മാടിത്തരങ്ങളും നമ്മൾ തുറന്നു കാട്ടും. തങ്ങളിപ്പോൾ ഇനി എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അതെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുക തന്നെ ചെയ്യും. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചു തങ്ങളിപ്പോൾ ചെയ്യുന്ന നന്മയും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എവളന്മാരൊക്കെ കയറി എൻ്റെ ഫേസെല്ലായിട്ട് മെസ്സേജ് അയക്കുന്നു, കമൻറ്റിൽ വന്ന് കമൻറ്റുകൾ ചെയ്യുന്നു. നല്ലത് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ മോശമായ കമൻറ്റുകൾ ചെയ്യുന്നത്? വേറെ പണിയൊന്നുമില്ലെങ്കിൽ എന്നോട് തൊഴിലുറപ്പിന് പോകാനാണ് അവളുമാരൊക്കെ പറയുന്നത്. എനിക്ക് അവളുമാരോടൊക്കെ ചോദിക്കാനുള്ളത്, നിനക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണ് പണി? നാറ്റക്കോയെ നോക്കിയിരിക്കലല്ലേ? നിനക്കൊക്കെ തൊഴിലുറപ്പിന് നോക്കൂടെ? എൻ്റെ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാതെ നിനക്കൊക്കെ തൊഴിലുറപ്പിന് നോക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവളമാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എവളമാർക്കൊന്നും മാപ്പിളമാര് പോലും ഉണ്ടാവില്ല. നാറ്റക്കോയെ എന്നും പറഞ്ഞങ്ങ് നടക്കുവാണ് എവളമാരൊക്കെ. എനിക്ക് എവളന്മാരൊക്കെ എന്താണ് പറയാൻ? നാറ്റക്കോയൊന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ കിടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓതിയിരിക്കുന്ന അയാൾ. പക്ഷെ എവളന്മാർക്കൊക്കെ എന്തിൻ്റെ കടിയാണ്? എവളന്മാരൊക്കെ ഒരു അന്ധമത വിശ്വാസികളാണ്. ഈ നാട്യക്കോയുടെ പറയാൻ നടക്കുന്ന കുറേ താത്തമാരുണ്ട്. ഒരു തട്ടമിട്ട് സുന്ദരിയായി വെളുത്തിരിക്കുന്ന ഒരു താത്തയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പൂരത്തെറിയും തോന്നിവാസങ്ങൾ എഴുതിയിടക്കം. എവളന്മാർക്കൊക്കെ വേറെ പണിയില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് എന്തായാലും നല്ലൊരു ദിവസമായിട്ട് നമുക്ക് നല്ലൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സിറാജുദ്ദീൻ കാശ്മീർ ഉസ്താദിന്റെ ഒരു പ്രസംഗമുണ്ട്, കേട്ടു. വീട്ടിലേക്ക് പോകുമ്പോ വീടിനകത്ത് ആരുമില്ലെങ്കിൽ നീ എന്ത് പറയണം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കാരണം വീട് പൂട്ടി ഇറങ്ങിയപ്പോ എങ്ങനെ ഇറങ്ങിയേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. മലക്കുകളെ സാക്ഷി കാവൽ നിർത്തിയിട്ടല്ലേ ഇറങ്ങിയേ? വീട് പൂട്ടി ഇറങ്ങിയപ്പോ മലക്കുകളെ കാവൽ നിർത്തിയിട്ടല്ലേ ഇറങ്ങിയേ? നിങ്ങൾ പോയാലല്ലേ അവരുടെ ഡ്യൂട്ടി തീരൂ. അപ്പൊ നീ എന്ത് പറയണം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പോഴും സലാം പറയണം. ഇന്ന് വീട്ടിൽ ചെന്ന് സലാം പറഞ്ഞു വീടിനകത്ത് കയറി. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ സിറാജുദ്ദീൻ കാശ്മീർ ഉസ്താദ് പറഞ്ഞ് എത്ര നിഷ്കളങ്കമായി പറയുന്നു, എന്ത് മനോഹരമായി പറയുന്നു. ഇതൊക്കെ ചെല്ലുവെങ്ങളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെ നിങ്ങളെ വീടിനൊരു കാവലുണ്ടാവും, ഉറപ്പാ. സിറാജുദ്ദീൻ കാശ്മീർ ഉസ്താദ് പറഞ്ഞ പ്രസംഗമൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് കേൾക്കൂ, ആ ദുആയൊക്കെ ചെയ്യൂ, ആ ദിക്റൊക്കെ ചെല്ലൂ. അല്ല നാറ്റക്കോയ പറയുന്ന പോലെ ഇന്ന് ഒരു ഫളില് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയോ ഉള്ളൊരു താത്താക്ക് പണം കൊടുത്തിട്ട് പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഞാൻ കാശ്മീരിൽ നിന്ന് വന്നതാണ്, ഡൽഹിയിൽ നിന്ന് വന്നതാണ്, അമേരിക്കയിൽ നിന്ന് വന്നതാണ്, താത്താരെ എൻ്റെ ചൊറി മാറി. എവളുമാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അവളുടെ മോൻ്റെ മൂലക്കുരു മാറി, ഇതൊക്കെയാണ് ഓരോന്ന് വന്ന് തങ്ങളിപ്പേരെ അടുത്ത് വന്ന് പറയുന്നത്. ഇനി നമുക്ക് തങ്ങളിപ്പേർ വെച്ചുള്ള വീഡിയോ അല്ലേ, അപ്പം നമുക്ക് തങ്ങളിപ്പേരെ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണുകയും നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല കണ്ടന്റുകൾ ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വിടാൻ പറ്റുള്ളൂ. ഇനി ഞാൻ നിർത്തി ഗൈസ്. കാരണം തങ്ങളിപ്പയെ പറ്റി മോശം പറഞ്ഞില്ലെങ്കിൽ അവന്മാരും അവളുമാരൊന്നും
എന്നെ നിൽക്കാൻ സമ്മതിക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്ക്. ഞാൻ നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് അവളുമാരൊക്കെ വന്ന് വല്ല നല്ല കമൻറ്റ് ഇടുമോ? ഒരു 2-3 പേര് ഇടുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം സാഹചര്യങ്ങൾ കൊണ്ടാണ്. കാരണം നല്ലത് ഇട്ടാൽ കേൾക്കാൻ ആരുമില്ല താത്തമാരെ. നിങ്ങളെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് താത്തമാരില്ലേ, അവളുമാരൊക്കെ വന്ന് മോശം തെറിയും കമൻറ്റും ഒക്കെയാണ് ഇടുന്നത്. ഞാൻ എന്തോ തങ്ങളിപ്പോൾ പേടിക്കുന്നു, ഞാൻ എന്തോ തങ്ങളിപ്പോൾ എന്തൊക്കെയാണോ പറയുന്നത് എനിക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ തങ്ങളിപ്പോൾ എനിക്ക് ഒരു പേടിയില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരു ശത്രുതയില്ല. തങ്ങളിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടും, അതിന് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യും. അതിൽ കൂടുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. തങ്ങളിപ്പോൾ എനിക്ക് പണം തന്ന്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തങ്ങളിപ്പോൾ നല്ലത് പറയുന്നത്, അല്ലെങ്കിൽ തങ്ങളിപ്പോൾ മന്ത്രാസം ചെയ്തു തന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല. കാരണം ഞാനങ്ങനെ തങ്ങളിപ്പേരെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കാണാൻ ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് അരി തരുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് തങ്ങളിപ്പേരെ വെച്ചാണല്ലോ. അപ്പോൾ നമുക്ക് യൂട്യൂബ് വരുമാനം തരുന്നത് തങ്ങളിപ്പേരെ പേരിലാണല്ലോ. തങ്ങളിപ്പയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ എനിക്കത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് തങ്ങളിപ്പ കാരണമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ തങ്ങളിപ്പേനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു ഡേ നമ്മൾ കാണും. തങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അതെല്ലാം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവില്ലേ തങ്ങളിപ്പോൾ ഇത് കാണണമെന്നൊക്കെ. താത്തമാരെ പോലെ നമുക്ക് മറ്റേ എന്താ പറയുക, സ്വപ്നം കണ്ടിരിക്കുകയാണ്. തങ്ങളിപ്പോൾ എന്നാണ് നേരിട്ട് കാണുക എന്ന് സ്വപ്നത്തിലൂടെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്ന് തോന്നാറ്റെ കോയെ. നോക്കാം, നമുക്ക് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാത്തുൽ ഫദ്ർ നിഅമത്താത്ത് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഉമ്മ വന്നിട്ട് മനസ്സോടെ ഇവിടെ കിയാറ്റൂരില്ല മക്കൾ വിഷമുണ്ടായിരുന്നു. ഈ പൈസ ഇറക്കുള്ളതാ പണ്ടം പോയിട്ട് എത്ര കൊല്ലം പോയിട്ട്? പിന്നെ അരപ്പാലത്തിന് മാല പോയിട്ട് എത്രയും പോയിട്ട് ഒരു കൊല്ലം അവിടെ തന്നെ. ഒരു കൊല്ലം, ഒരു വർഷമായിട്ടോ മാല പോയി. സലാത്തുൽ ഫദ്ർ ഇരുന്നോ? മാഷാ അല്ലാഹ്. നിയത്ത് വെച്ചു, കിട്ടിയോ? അപ്പൊ അങ്ങനെ കിട്ടിയോ? കിട്ടി കിട്ടി. എവിടെ കിട്ടിയത്? ഒരാളെ കൈ കൊടുക്കുന്നു. സലാത്തുൽ ഫദ്ർ ബർക്കത്ത് കൊണ്ട് ഒരു കൊല്ലത്തിന് ദിവസം തിരിച്ചു കൊണ്ടുകൊടുത്തു. സലാത്തുൽ ഫദ്ർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതില് കേട്ടില്ലേ എൻ്റെ പെണ്ണ് താത്തമാരെ? ഇതിൽ കൂടുതൽ എന്ത് വേണം മോനെ? ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്തോ ഒരു കള്ളത്തരങ്ങളാണ് അവന്മാർ പറഞ്ഞു വിടുന്നേ നോക്കൂ. സ്വർണ്ണമാല അവൾ കൊണ്ടുപോയി ഏതോ ഇങ്ങനെ വീഡിയോയും കണ്ടുകൊണ്ടല്ലേ നടക്കുന്നത്. ഏതോ ഒരു കാട്ടിൻ്റെ ഇടയിൽ കൊണ്ടിട്ടിട്ടുണ്ടാവും. പിന്നെ പോയി തപ്പിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിനാണ് പറയുന്നത് തങ്ങളിപ്പാര ബർക്കത്ത് അല്ലെങ്കിൽ ഫളില്, തേങ്ങ, മാങ്ങ, അങ്ങനെയൊക്കെ ഇയാൾ എന്തിനാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാളിപ്പോൾ ഇയാളെ പറ്റി നല്ലത് പറയുവാണെങ്കിൽ തങ്ങളിപ്പേരെ കറാമത്ത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, ഇതൊക്കെ വെറും തട്ടിപ്പാണ്. തട്ടിപ്പിൻ്റെ അങ്ങേയറ്റത്താണ് തങ്ങളിപ്പോൾ ഇന്ന് നിൽക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യകരമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ വന്ന് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെയൊക്കെ തെറി കേൾക്കാൻ തയ്യാറല്ല ഞാൻ. നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, എനിക്കതൊക്കെ ആശ്വാസമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട്. ഇനി നിങ്ങൾ എത്ര മോശമായി എന്നെപ്പറ്റി പറഞ്ഞാലും ഞാൻ അതിൽ നിന്നൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താറുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ദുആ വസിയത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വലിയ ദുആയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ദുആയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കരുണക്കടലായ മലിക്കുൽ മലൂക്കായ യജമാനനായ അല്ലാഹ്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹലാലായ ആഗ്രഹങ്ങളാണെങ്കിൽ അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൊടുക്കല്ലേ അല്ലാ, ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളും കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, സന്തോഷം നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളെ വീഡിയോ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കാർക്കും ഞങ്ങൾക്കാർക്കും നീ മാരകമായ രോഗം നീ തരല്ലേ അല്ലാ. ആർക്കും
നീ വെക്കല്ലേ നാദാ. ഞങ്ങളെ ആര് വാകുന്നോ, ഞങ്ങളെ ആര് കളിയാക്കുന്നോ, കുറ്റപ്പെടുത്തുന്നോ, അല്ലാ നിനക്കറിയാമല്ലോ അല്ലാ. ഞങ്ങളാരോടും ഒരു രീതിയിലുള്ള വ്യത്യാസവും കാണിക്കുന്നവരല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ആര് കളിയാക്കിയാലും നീ അവരെ കളിയാക്കിയാൽ മതി അല്ലാ. ഞങ്ങൾ കളിയാക്കാൻ ആരുമല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനേ, ഞങ്ങൾ ഏത് സമയവും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ഞങ്ങളെ വാഹന അപകടത്തിൽപ്പെടുത്തി ഞങ്ങളെ നീ കരയിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന മുഴുവൻ പേരെയും നീ അനുഗ്രഹിക്കണേ നാദാ. ഒരു സങ്കടവും തരല്ലേ അല്ലാ. ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. ഒരുപാട് എക്സാമുകളൊക്കെ ഫേസ് ചെയ്യാൻ പോവുകയാണ് നാദാ. അല്ലാഹുവേ പടച്ചവനെ, എക്സാമിനൊക്കെ വൻ വിജയമാക്കി നീ നൽകണേ അല്ലാ. എക്സാം ഒന്നും നീ ഞങ്ങളെ ആരെയും നീ പൊട്ടിക്കല്ലേ അല്ലാ. എക്സാം എല്ലാം നല്ല ബുദ്ധിയോടുകൂടി ഓർമ്മശക്തിയോടുകൂടി പോയെഴുതാനുള്ള മനസ്സും ധൈര്യവും മനക്കെട്ടിയും ധൈര്യവും ഒക്കെ നീ നൽകണേ അല്ലാ. നിനക്കല്ലാതെ വേറെ ആക്കാൻ റബ്ബേ നൽകാനുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുരുത്വവും പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുത്ത് റസൂലിനെ ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് ദർശിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പേര് എന്നെ പോലെ ഹജ്ജ് ഉംറയും ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട് അതാ. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതാ. നീ നൽകിയില്ലെങ്കിൽ പിന്നെ ആര് നൽകാനാണ് ദാദാ. അല്ലാഹുവേ പടച്ചവനേ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസത്തിലാണ് നാദാ. എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും, ദുഃഖങ്ങളും, ദുരിതങ്ങൾ, ത്യാഗങ്ങൾ, രോഗങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും നീ മാറ്റി കൊടുക്കണേ, മാറ്റിത്തരണേ അല്ലാ. ഒരു വിധത്തിലുള്ള സങ്കടവും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. നീ പരീക്ഷിച്ചാ പിന്നെ ഞങ്ങൾക്ക് കാര്യമില്ല അല്ലാ. ഞങ്ങളുടെ അവസാനത്തെ വരി നിന്നിലാണ് അല്ലാ. അതിനപ്പുറത്തേക്ക് വേറൊരു വരിയില്ല നാദാ. അതുകൊണ്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഏത് സമയവും വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ഞങ്ങളെ ആരെയും നീ വാഹന അപകടങ്ങൾ പെടുത്തല്ലേ അല്ലാ. വാഹന അപകടങ്ങൾ പെടുത്തുന്ന മാത്രമല്ല നാദാ, ഞങ്ങളെ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട വിധത്തിലുള്ള മരണങ്ങൾ, അല്ലാഹുവേ എല്ലാത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടെങ്കിൽ അല്ലാഹുവേ പടച്ചവനെ, ഈ ഒരു സെക്കൻഡിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളവിടെ ആമീൻ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരുടെയെങ്കിലും ബർക്കത്ത് കൊണ്ട് നീ എത്രയും പെട്ടെന്ന് കരിച്ചു കളയണേ നാദാ. നീ കരിച്ചു കളയണേ നാദാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ. അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലൈഹി വസല്ലം. റബ്ബി ഖബ്ലി സതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലാ മുഹമ്മദ്. ഗൈസ്, ഞാൻ ഇത്രയും ദുആ ചെയ്തതെന്ന് വെച്ചാൽ മനസ്സിൽ തട്ടിയാണ് ഗൈസ് ദുആ ചെയ്യുന്നത്. അല്ലാതെ തങ്ങളിപ്പോൾ പോലെ കവട മുഖത്തോടു കൂടിയല്ല ഗൈസ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ടാണ് ദുആ ചെയ്യുന്നത്. അപ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിക്കുക. ഒരിക്കലും അനാചാരത്തിലും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിലും വിശ്വസിക്കാതെ റബ്ബിനെയും അവൻ്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുക. അല്ലാതെ ഞാൻ തങ്ങളാണ്, ഞാൻ വലിയ തങ്ങളുപ്പയാണെന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്ന ഒരുപാട് കള്ളന്മാരുണ്ടാവും. അവരാരെയും നീ വിശ്വസിക്കല്ലേ. പ്രിയപ്പെട്ടവരെ വിശ്വസിക്കല്ലേ നിങ്ങളാരും. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഹബീബിനെയാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ട അല്ലാഹയാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു ഇലാഹില്ല ദാദാ. അതിനപ്പുറത്തേക്ക് വേറൊരു ഇലാഹില്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.